യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. പക്ഷേ സപ്പോർട്ടീവായി ആ ഗുണ്ടകളെ കൂടി കണ്ടെത്താതെ കേസ് സ്ട്രോങ് ആക്കാൻ പറ്റില്ല കിരൺ. താൻ ധൈര്യമായിട്ടിരിക്കാം. യൂണിഫോം ഇല്ലാത്ത കിരണിന് ഇത്രയും സാധിക്കുമെങ്കിൽ യൂണിഫോമിലേക്ക് വന്നാൽ ഇനിയും കുറെ കൂടി കഴിയും. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് സംഭവിക്കും. നാം അവരെ കണ്ടെത്തും. തന്റെ ഈ ആത്മവിശ്വാസം കൂടിയാ എന്റെ ഒരു ബലം. അതിനിടയില് ഒരു കാര്യം കൂടി നമ്മൾ കൃത്യമായിട്ട് അന്വേഷിക്കണമെങ്കിലും കമ്മീഷണർക്ക് ഇതിലുള്ള റോൾ എന്താണ്? ശരിയാ, പഴയ ആക്സിഡന്റ് മുതൽ എല്ലാ സ്ഥലത്തും അയാളുടെ സാന്നിധ്യം പ്രകടമാണ്. മാത്രമല്ല ശങ്കർറാം വന്ന് പോയതിനു ശേഷമാ ആരെ കുത്തിയതെന്ന് പറയാൻ അങ്കിൾ കൂട്ടാക്കാതിരുന്നത്. ആ സ്പോട്ടിൽ ശങ്കർറാം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ അങ്കിൾ മൊഴിയെടുക്കാൻ വന്ന സിയെ ചൊടിപ്പിക്കാനായി സേനാപതിയാണ് കുത്തിയതെന്ന് വരെ പറഞ്ഞു. അത് വെറുതെ പറഞ്ഞതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നുള്ള കാര്യം പുള്ളിക്കും അറിയാം. അപ്പോഴും യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം പുള്ളി പറയുന്നില്ല. ഒരുപക്ഷെ അന്ന് വന്ന് കണ്ട ശങ്കർറാം തന്റെ അങ്കിളിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലോ? എന്തു പറഞ്ഞ് ഭീഷണിപ്പെടുത്തണം? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മറ്റൊന്നുകൂടി ഞങ്ങൾ പറഞ്ഞു, അങ്കിളിനെ ആക്രമിച്ചത് ആരാണെന്നും അരുണിമ ആന്റിയോടെ പറയുള്ളൂ എന്ന്. അപ്പോ ആ ആളെ വെളിപ്പെടുത്തരുതെന്ന് ശങ്കർറാം നന്ദനോട് പറഞ്ഞിരിക്കാം. അത് നന്ദൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അരുണിമയോടാണ്. അർജുൻ, ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. അങ്ങനെയാണെങ്കിൽ അന്ന് നെഹ്റു പാർക്കിൽ വെച്ച് നടന്ന ആക്രമണ ശ്രമത്തിന് വർഷങ്ങൾക്ക് മുമ്പുള്ള നന്ദന്റെയും അരുണിമയുടെയും ജീവിതവുമായി ബന്ധമുണ്ടെന്നല്ലേ? ശരിയാ, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ. അത് ഞാൻ ഓർത്തില്ല. ആദ്യം നമുക്ക് ശങ്കർറാമിനെ പോക്കാം. സ്വത്താണല്ലോ അയാളുടെ ലക്ഷ്യം. നന്ദൻ അത് പ്രിയയുടെ പേരിൽ എഴുതാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അയാൾ എന്തായാലും